പല്ല് പറിക്കാൻ പോകുന്ന വിഭാഗമാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. അതിൽ മാസ്റ്റേഴ്സ് എടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ. കേട് ഒരുപാടായിട്ടുണ്ടെങ്കിൽ പല്ല് പറിക്കേണ്ടി വരിക അല്ലെ. ഇത് കൂടാതെ നല്ല മോണരോഗം കൂടി വന്ന് എല്ലൊക്കെ നശിച്ച് ആ പല്ലിന് തീരെ സപ്പോർട്ട് ഇല്ലെങ്കിലും ആ പല്ല് എടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഏറ്റവും ഉള്ളിൽ വിസ്റ്റം ടൂത്ത് എന്ന് പറയുന്ന ഒരു പല്ലുണ്ട്, അതായത് ഏറ്റവും ലാസ്റ്റത്തെ പല്ല്. അത് പലപ്പോഴും പലർക്കും വരുന്നത് എല്ലിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ മാക്സിലോഫേഷ്യൽ സർജൻ ആണ് എടുക്കാറ്. പക്ഷെ ഇത് എല്ലാം പല്ലുപറി ബേസ്ഡ് ഒന്നും അല്ല അവരുടെ കാര്യങ്ങൾ. അവരുടെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് വരുന്നത് എന്തെങ്കിലും ഒരു ട്രോമ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ് ആൻഡ് നെക്ക് റീജിയനിലെ എന്ത് സർജറി, എല്ലിന്റെ എന്ത് സർജറി വന്നാലും അത് ചെയ്യുന്ന ആള് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ തന്നെയാണ്. ഇത് കൂടാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഫേഷ്യൽ അസിമെട്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കടി ശരിയല്ലെങ്കിൽ, ഇത് നമ്മുടെ താടി എല്ലിന്റെ വളർച്ചയുടെ ഒരു പ്രശ്നമാണെങ്കിൽ, എന്തുണ്ടെങ്കിലും ഇങ്ങനത്തെ എല്ല് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് ജോ കറക്റ്റീവ് സർജറീസ്, അതായത് ആ എല്ലിന്റെ തന്നെ സർജറി ചെയ്ത് റെഡിയാക്കി തരാൻ കഴിയുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗ്നാറ്റിക് സർജറീസ്. ഇനി ഇതൊന്നും പോരാതെ ഈ സർജറി എന്നുള്ള പഠനത്തിന് ശേഷം നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് വരുന്നത് ഓൺകോളജി, അതായത് ക്യാൻസറിന്റെ വിഭാഗമാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഹെഡ് ആൻഡ് നെക്ക് സർജറീസിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. പിന്നെ പ്ലാസ്റ്റിക് സർജറി ആണ് കൂടുതൽ ഇൻട്രസ്റ്റ് എങ്കിൽ ഈ പറഞ്ഞ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും നമ്മുടെ ഫേസിൽ വരുന്ന റീകൺസ്ട്രക്റ്റീവ് സർജറീസ് ഒക്കെ ഇവർക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ബേബീസിൽ കാണുന്ന മുറിച്ചുണ്ട് അല്ലെ, ക്ലെഫ്റ്റ് ലിപ്പ്, പാലറ്റ് എന്നിവ കാര്യങ്ങൾക്കുള്ള സർജറിക്കുള്ള സ്പെഷ്യലൈസേഷൻസും ഇവർക്ക് ചെയ്യാൻ കഴിയും.